എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന മത്സരത്തിൽ യുവതാരം വൈഭവ് സൂര്യവംശിയുടെ പ്രകടനം കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. 265 റൺസിന്റെ വെടിക്കെട്ട് ഇന്നിംഗ്സോടെ രോഹിത് ശർമ്മയുടെ ലോക റെക്കോർഡ് തകർത്തുകൊണ്ടാണ് താരം തന്റെ യാത്ര നടത്തിയത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ഏകദിന മത്സരത്തിലാണ് ഈ ചരിത്ര നേട്ടം. ബർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടന്ന ഈ മത്സരത്തിൽ 14 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി തന്റെ ബാറ്റിംഗ് മികവുകൊണ്ട് ക്രിക്കറ്റ് ചരിത്രത്തിലെ താളുകൾ മാറ്റിയെഴുതിയിരിക്കുകയാണ്. രോഹിത് ശർമ്മയുടെ 254 റൺസിന്റെ ഏകദിന ലോക റെക്കോർഡ് തകർത്തുകൊണ്ട് വൈഭവ് 265 റൺസ് നേടി റെക്കോർഡ് സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പ്രകടനം ഇംഗ്ലണ്ട് ബോളർമാരെ നിസ്സഹായരാക്കി. ഒപ്പം വിരാട് കോഹ്ലി, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ എന്നിവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഇന്ത്യ 425 റൺസിന്റെ കൂറ്റൻ സ്കോർ നേടി. ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഓപ്പണർമാരായ വൈഭവ് സൂര്യവംശിയും രോഹിത് ശർമ്മയും ചേർന്ന് അതിന് മികച്ച തുടക്കം നൽകി. ആദ്യ ഓവറിൽ തന്നെ ജോഫ്ര ആർച്ചറിന്റെ പന്തിൽ വൈഭവ് ഒരു കൂറ്റൻ 6 പറത്തി. ഇത് അദ്ദേഹത്തിന്റെ വെടിക്കെട്ട് പ്രകടനത്തിന്റെ ഒരു തുടക്കമായിരുന്നു. പിന്നീട് ഓരോ പന്തിലും ബൗണ്ടറികളും സിക്സറുകളും പിറന്നു. രോഹിത് ശർമ്മ 45 റൺസ് നേടി പുറത്തായെങ്കിലും വൈഭവ് തന്റെ പ്രഹരം തുടർന്നു. വെറും 95 പന്തിൽ 15 ബൗണ്ടറികളും 5 സിക്സറുകളും സഹിതം വൈഭവ് തന്റെ സെഞ്ചുറി തികച്ചു. സെഞ്ചുറിക്ക് ശേഷം വൈഭവ് തന്റെ ആക്രമണത്തിന്റെ വേഗത കൂട്ടി. ആദിൽ റഷീദിന്റെ സ്പിൻ ബോളുകളും മാർക്ക് വുഡിന്റെ വേഗതയേറിയ പന്തുകളും ലിയാം ലിവിങ്സ്റ്റോണിന്റെ ബൌളിംഗുമെല്ലാം വൈഭവിന് മുന്നിൽ വെറും സാധാരണമായി. 130 പന്തിൽ 150 റൺസ് നേടിയ വൈഭവ് പിന്നീട് വെറും 40 പന്തിൽ 115 റൺസ് കൂടി നേടി. അങ്ങനെ 173 പന്തിൽ 35 ബൗണ്ടറികളും 15 സിക്സറുകളും സഹിതം 265 റൺസ് നേടിയ വൈഭവ് രോഹിത് ശർമ്മയുടെ റെക്കോർഡ് തകർത്തു. 153-ൽ കൂടുതലായിരുന്നു അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. വൈഭവിന്റെ ഈ പ്രകടനത്തിനൊപ്പം വിരാട് കോഹ്ലി 60 റൺസും KL രാഹുൽ 45 റൺസും ഹാർദിക് പാണ്ഡ്യ 32 പന്തിൽ 40 റൺസും നേടി ഇന്ത്യൻ ഇന്നിംഗ്സിന് കരുത്തു പകർന്നു. 50 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 425 റൺസാണ് ഇന്ത്യ നേടിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലറുടെ എല്ലാ തന്ത്രങ്ങളും വൈഭവിന് മുന്നിൽ പരാജയപ്പെട്ട കാഴ്ചയാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. ഈ ലോക റെക്കോർഡ് പ്രകടനത്തോടെ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിന് മുന്നിൽ 426 റൺസ് എന്ന അസാധ്യമായ വിജയലക്ഷ്യമാണുണ്ടായിരുന്നത്. എഡ്ജ്ബാസ്റ്റണിലെ ഈ പിച്ചിൽ ഇത് ഇംഗ്ലണ്ടിന് ഒരു ദുസ്വപ്നം പോലെ തോന്നാം. പക്ഷേ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർ വളരെ ആത്മവിശ്വാസത്തോടെ തുടങ്ങിയപ്പോൾ ഇന്ത്യ ഒന്ന് ഞെട്ടി. ഫിൽ സാൾട്ടും ജോ റൂട്ടും ചേർന്ന് 150-ലധികം റൺസിന്റെ മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തി. അവർ ഓരോ ബൌളർമാരെയും ലക്ഷ്യമിട്ട് ബൗണ്ടറികൾ നേടി. ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂട്ടി അവർ മുന്നേറി. എന്നാൽ 28 ഓവർ പിന്നിട്ടപ്പോൾ ഇംഗ്ലണ്ടിന്റെ തകർച്ച തുടങ്ങി. വൈഭവ് സൂര്യവംശിയുടെ തകർപ്പൻ പ്രകടനത്തിനു ശേഷം സമ്മർദ്ദത്തിലായിരുന്ന ഇന്ത്യ ബൌളിംഗിൽ മികച്ച പ്രകടനം നടത്തി തിരിച്ചുവന്നു. ഹാർദിക് പാണ്ഡ്യയുടെ തകർപ്പൻ ബൌളിംഗ് പ്രകടനമാണ് ഇംഗ്ലണ്ടിന്റെ വിക്കറ്റുകൾ വീഴ്ത്തി തുടങ്ങിയത്. മികച്ച ഫോമിലായിരുന്ന ജോ റൂട്ടിനെ ക്ലീൻ ബൌൾഡാക്കി ഹാർദിക് മത്സരം ഇന്ത്യയുടെ വരുതിയിലാക്കി. പിന്നാലെ വന്ന ജോസ് ബട്ട്ലർ, ബെൻ സ്റ്റോക്സ് എന്നിവരും ചെറിയ സ്കോറുകൾക്ക് പുറത്തായി. വിക്കറ്റ് കീപ്പർ KL രാഹുലിന്റെ മിന്നൽ സ്റ്റംപിങ്ങുകളും ഫീൽഡർമാരുടെ മികച്ച പ്രകടനങ്ങളും ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയ്ക്ക് കൂടുതൽ സമ്മർദ്ദം നൽകി. മത്സരം പുരോഗമിക്കുമ്പോൾ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിര തകർന്നടിയുകയായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ നഷ്ടമായതോടെ അവർക്ക് റൺസ് കണ്ടെത്താൻ ബുദ്ധിമുട്ടായി. ആദിൽ റഷീദും ജോഫ്ര ആർച്ചറും നടത്തിയ ചെറുത്തുനിൽപ്പ് മാത്രമാണ് ഇംഗ്ലണ്ടിന് ആശ്വാസമായത്. എന്നാൽ ഇന്ത്യൻ ബൌളിംഗിന് മുന്നിൽ ഇംഗ്ലണ്ട് 48 ഓവറിൽ 317 റൺസിന് എല്ലാവരും പുറത്തായി. ഇതോടെ 108 റൺസിന്റെ കൂറ്റൻ ജയം ഇന്ത്യ സ്വന്തമാക്കി. വൈഭവ് സൂര്യവംശിയുടെ തകർപ്പൻ പ്രകടനത്തിന് മികച്ച പിന്തുണ നൽകി ബൌളർമാരും ഫീൽഡർമാരും ഈ വിജയം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ സുവർണ അധ്യായമാക്കി മാറ്റി. ഇന്ത്യയുടെ, പ്രത്യേകിച്ച് വൈഭവ് സൂര്യവംശിയുടെ ഈ പ്രകടനത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.